ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ വചനത്തോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കർത്താവിൽ അധികമായി സന്തോഷിപ്പാനും വലിയ സമാധാനം കണ്ടെത്താനും കഴിയുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഒപ്പം നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 42 മുതലുള്ള ചില വേദവാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 1 ശമൂവേൽ 17-ാം അധ്യായം 42 മുതൽ. ഫിലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനുമായിരുന്നു. ഫിലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായയോ എന്ന് ചോദിച്ചു. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫിലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിൻ്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വം എടുക്കട്ടെ. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്, ശൗല് ഫിലിസ്ത്യരുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ ദാവീദിൻ്റെ സഹോദരന്മാരവിടെ ഉണ്ട്. അവൻ സഹോദരന്മാരെ കാണുവാനായിട്ട് വന്നതാണ്. അപ്പോൾ ദാവീദ് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ ശൗൽ രാജാവും പടജനവും ഫിലിസ്ത്യരെ ഭയന്ന് വിറച്ച് നിൽക്കുന്നതായിരിക്കുന്ന ഒരു രംഗമാണ് ദാവീദ് കാണുന്നത്. ഒപ്പം ഫിലിസ്ത്യ പടയുടെ മുമ്പിൽ നിൽക്കുന്നതായിരിക്കുന്ന ഗോലിയാത്ത് എന്ന് പേരുള്ളതായിരിക്കുന്ന ഒരു മല്ലൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ നമ്മൾ വായിക്കുന്ന 17:4 വായിക്കുന്നത്, ഫിലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗഥ്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും നെടുമ്പുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമര ശിരസമുണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചിരുന്നു. അവന് താമരം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പൊക്കവും അല്ലെങ്കിൽ അവൻ്റെ ശരീരം കൊണ്ട് തന്നെ കണ്ടാൽ മറ്റുള്ളവർ ഭയപ്പെടുന്നതായിരിക്കുന്ന ഒരു വലിയ മല്ലനായിരുന്നു ഈ ഗോലിയാത്ത് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് അറിയാവുന്നവരുണ്ട്. ഞാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഗോലിയാത്തിനെക്കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും അത്ര വലിയൊരു മല്ലൻ മുമ്പോട്ട് വന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശൗലും പടജനവും ഭയപ്പെട്ട് നിൽക്കുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ദാവീദ് അങ്ങോട്ട് ചെല്ലുന്നത്. ഇപ്പോൾ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് അവനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു ധൈര്യത്തിലാണ് ദാവീദ് മുമ്പോട്ട് ചെല്ലുന്നത്. അപ്പോൾ ദാവീദ് അവിടെ പറയുന്ന കാര്യം തന്നെ അതാണ്. അതിൻ്റെ 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദാവീദ് തൻ്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫിലിസ്ത്യനെ കൊണ്ട് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവൻ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ആര് എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ജീവനുള്ള ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ നിന്ദിപ്പാൻ തക്കവണ്ണം ഇവനാര്, ഇവൻ എന്തുള്ളൂ എന്നാണ് ദാവീദ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ പുറമേ നിന്ന് വെറുതെ അത് ഒന്ന് കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ ആ രംഗം ഒന്ന് ഭാവന കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, സാധാരണ നിലയിൽ ഒരുത്തർക്കും അങ്ങനെ ഒരു ധൈര്യത്തോടെ ഈ ശത്രുവിനെ നേരിടാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമല്ല പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ. പക്ഷെ ദാവീദ് ഇതിനെല്ലാം വളരെ നിസ്സാരമായി കണ്ടിട്ടാണ് ദാവീദ് ഈ ശത്രുവിനെ നേരിടാനായിട്ട് ഒരുങ്ങുന്നത്. രാജാവ് ആ ശത്രുവിനെ കീഴടക്കുന്നവന് ചില വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വാഗ്ദാനമൊന്നുമല്ല ദാവീദിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ നിന്ദിക്കാനും ഇസ്രായേലിനെ തോൽപ്പിക്കാനും ഇവനാര്, യഹോവ നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് ഇവനത് കഴിയില്ല എന്ന ഉറപ്പാണ് ദാവീദിനെ ഈ ശത്രുവിനെ നിസ്സാരനായി കാണുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഞാൻ അതിലുള്ള എൻ്റെ ചിന്തയിലേക്ക് വരികയാണ്. ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് വരുമ്പോൾ, ഫിലിസ്ത്യൻ ദാവീദിനെ നോക്കി കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു.
അവൻ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനുമായിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട് പറഞ്ഞു, നീ വടിയും ഒക്കെ ആയിട്ട് എന്നെ നേരിടാൻ വരുന്നത് എന്താ? ഞാനിന്ന് നിൻ്റെ ശവം മൃഗങ്ങൾക്കും പക്ഷികൾക്കും കൊടുക്കും എന്ന് പറഞ്ഞ് അവൻ ദാവീദിനെ നിസ്സാരനായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഫെലിസ്ത്യൻ ദാവീദിനെ നോക്കി, ഫെലിസ്ത്യമല്ല ദാവീദിനെ നോക്കി പറയുന്നത്. ദാവീദും സത്യത്തിൽ ഈ മല്ലനെ നോക്കിയിട്ട് വളരെ നിസ്സാരമായിട്ട് തന്നെ, അവൻ മല്ലനാണെങ്കിലും ദാവീദും അങ്ങനെ തന്നെ കാണുന്നു. ഇവിടെ രണ്ടുപേരുടെയും വ്യത്യാസം, കാഴ്ചയിലുള്ള വ്യത്യാസമാണ് ഞാൻ നിങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശത്രു എപ്പോഴും നോക്കുന്നത് ബലഹീനതയാണ്. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ശത്രു എപ്പോഴും നോക്കുന്നത് ബലഹീനതയാണ്. ഇവിടെ ഗോലിയാത്ത് എന്ന മല്ലൻ ദാവീദിലേക്ക് നോക്കിയപ്പോൾ ദാവീദിൻ്റെ ബലഹീനതയാണ് അവൻ കണ്ടത്. ഒന്നാമതൊരു ചെറിയ ചെറുക്കൻ, രണ്ടാമത് അവൻ ഈ ആപ്പിൾ ബോയ് ഒക്കെ എന്ന് പറയുന്നത് പോലെ വലിയ പവിഴ നിറമുള്ളവനും കോമള രൂപിയൊക്കെ ആയിരിക്കുന്ന ഇവനെങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് കഴിയും, ഇവനെങ്ങനെ ശത്രുവിനെ കീഴടക്കാൻ കഴിയും എന്ന ഒരു ചിന്തയാണ് ഗോലിയാത്തിനെ ഭരിച്ചത്. പിന്നെ അവനത് തന്നെയല്ല, അവൻ വടിയായിട്ട് വന്നേക്കണു, അവന് കവണിയായിട്ട് വന്നേക്കണം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇവൻ എന്തുള്ളൂ എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്തയാണ് ഗോലിയാത്തിനെ ഭരിച്ചത്. അപ്പോൾ ശത്രു എപ്പോഴും അവനെ നോക്കുന്നത് എപ്പോഴും ബലഹീന വശങ്ങളാണ്, അവൻ്റെ കുറവ് വശങ്ങളാണ് എപ്പോഴും ശത്രു നോക്കുന്നത്. അതിന്മേൽ നോക്കിയിട്ട് അതുകൊണ്ട് എങ്ങനെ അവനെ കീഴടക്കാൻ കഴിയും എന്നാണ് ശത്രുവിൻ്റെ നോട്ടം. നമുക്കറിയാം, സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഇന്ന് സമൂഹത്തിൽ എപ്പോഴും ശത്രുവിനെ കീഴടക്കുന്നത് അവൻ്റെ ബലഹീന വശം നോക്കിയാൽ. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം അവൻ വഴിവിട്ടിയ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവൻ്റെ ബലഹീന വശം നോക്കിയിട്ട്, ഇപ്പോൾ കാശ് കൊടുത്താൽ അവൻ വീഴുമെങ്കിൽ കാശ്, ചിലർ സ്ത്രീകളെ കാണുമ്പോൾ വീഴുന്നവരുണ്ട്, ആ വഴിക്കെങ്കിൽ അങ്ങനെ, സ്ഥാനമാനങ്ങൾ കൊടുത്താൽ വീഴുന്നവരുണ്ട്, ആ വഴിക്കെങ്കിൽ അങ്ങനെ. ഞാൻ പറഞ്ഞത് ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ സ്ത്രീകൾ തന്നെ അനേക പുരുഷന്മാരെ വഞ്ചിച്ച് ലക്ഷങ്ങൾ തട്ടിക്കൊണ്ടുപോയാൽ നമുക്കറിയാം. അവിടെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ബലഹീനത എന്ന് പറയുന്നത് ആ സംസാരവും അല്ലെങ്കിൽ ഒരു സാന്നിധ്യം, അത് ഒരു പുരുഷൻ്റെ ബലഹീനത എന്ന് കണ്ടിട്ടാണ് പലർക്കും അങ്ങനെ സാധിക്കുന്നത്. കൈക്കൂലി കൊടുത്ത അനേകർ അർഹമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബലഹീനത പണമാകിയാൽ അത് മുഖാന്തരം അവനെ കീഴടക്കാൻ അല്ലെങ്കിൽ അവനെ ജയിക്കാനായിട്ട് കഴിയുന്നു. ഇവിടെ ശത്രു എപ്പോഴും അതുകൊണ്ട് നോക്കുന്നത് നമ്മുടെ ബലഹീന വശത്തെ പിടിച്ചിട്ട് നമ്മെ പരാജയപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും എന്നെ കേൾക്കാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ ആ ബലഹീനതയിലാണ് ശത്രു നിങ്ങളെ കീഴടക്കാൻ എപ്പോഴും ശ്രമിക്കുന്നത്. തിരുവഴുത്ത് നോക്കുമ്പോൾ പരാജയപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ആളുകളെ നമ്മൾ നോക്കിയാൽ ദൈവത്തിന് വേണ്ടി നിന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള അനേകർ വീണിട്ടുണ്ട്. അവരെല്ലാം വീണത് അവരുടെ ബലഹീനമായിട്ടുള്ള വശത്ത് ശത്രു ആക്രമിക്കുകയും അങ്ങനെ അവരെ കീഴടക്കുകയും ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ശൗലിനെ നമ്മൾ നോക്കിയാൽ, ശൗലിനെ സംബന്ധിച്ചിടത്തോളം ശൗലിൻ്റെ ബലഹീന വശം എന്ന് പറയുന്നത് മതമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് മതനേതാക്കന്മാർ ശൗലിനെ ഉപയോഗിച്ച് സഭയെ മുടിക്കുവാനായിട്ടും സഭയെ ഉപദ്രവിക്കാനായിട്ടും ശൗലിനെ അധികമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞത്, അവൻ്റെ സഭയ്ക്കെതിരെ നിൽക്കുവാനായിട്ട് കഴിഞ്ഞത് അവൻ്റെ ബലഹീന വശം എന്ന് പറയുന്നത് മതമായിരുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ബഹുഭൂരിപക്ഷം ആളുകളെയും പിശാച് തളച്ചിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവം, രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ ആനന്ദം അനുഭവിക്കുന്നതിന് അനേകർക്ക് തടസ്സമായി നിൽക്കുന്നത് പിശാച് കൃത്യമായിട്ടും ഈ ബലഹീന വശം നോക്കി അവൻ നമ്മെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്ന് അനേകരുടെ ബലഹീന വശം എന്ന് പറയുന്നത് മതമാണ്. ഇന്ന് നമ്മൾ ആത്മീയ ഗോളത്തിലേക്ക് നോക്കിയറിയാം, സഭകൾ തമ്മിൽ കേസും അല്ലെങ്കിൽ സഭകൾ തമ്മിൽ ശണ്ടയുള്ളതിൻ്റെ കാരണം, അല്ലെങ്കിൽ നേതാക്കന്മാർ തമ്മിൽ ശണ്ടയുള്ളതിൻ്റെ കാരണം, പരസ്യമായി തെരുവിലിറങ്ങാനും പരസ്യമായി പ്രസ്താവന നടത്തുന്നതിനെല്ലാം പിറകിൽ നമ്മൾ നോക്കിയാൽ കാണുന്നത് അവരുടെ ബലഹീന വശം എന്ന് പറയുന്നത് മതമാണ്. ചിലരുടെ ബലഹീന വശം എന്ന് പറയുന്നത് സ്ഥാനമാനമാണ്. അപ്പോൾ ഈ രണ്ട് ബലഹീന വശമാണ് ഇന്ന് ശരിക്കും വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിന്, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുന്നതിന്, യേശുവിന് വേണ്ടി നിൽക്കുന്നതിന്, അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിന് അനേകർക്ക് തടസ്സമായി നിൽക്കുന്ന മതമാണ്. ഞാൻ ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാസ്തവത്തിൽ ഈ യേശു കർത്താവിനായിട്ടൊരു സാക്ഷി ജീവിതം നയിക്കുന്നതിന് തടസ്സം, അല്ലെങ്കിൽ ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നതിന് തടസ്സം, അല്ലെങ്കിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമാകുന്നതിന് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ബലഹീനത എന്ന് പറയുന്നത് മതമല്ലേ? ആ മതവും മതനേതാക്കന്മാരും നമ്മുടെ ബലഹീനതയായതുകൊണ്ട് പലർക്കും നമ്മെ കീഴടക്കാൻ, അല്ലെങ്കിൽ ശത്രുവിനെ നമ്മെ കീഴടക്കാനായിട്ട്, നമ്മെ ജയിക്കാനായിട്ടും കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സന്ദേശത്തിലൂടെ
ഇവിടെ ഫെലിസ്ത്യൻ ദാവീദിൻ്റെ ബലഹീന വശം നോക്കിയിട്ടാണ് നിന്നെ ഞാൻ തകർക്കുമെന്ന് പറയുന്നത്. ആ ബലഹീന വശം ശത്രു നോക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ബലഹീനതയെ തൊടുന്ന ശത്രുവിന് നമുക്ക് കീഴടക്കാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ജയാളിയായിട്ട് മാറാനായിട്ട് കഴിയും. എങ്ങനെ നമുക്ക് ജയാളിയായിട്ട് മാറാൻ കഴിയും? ഇവിടെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ജയാളിയാകാൻ കഴിഞ്ഞത് അവൻ യഥാർത്ഥത്തിൽ ശത്രു എന്ത് പറയുന്നു എന്നുള്ളതല്ല നോക്കിയത്. അവൻ്റെ ബലഹീന വശത്തെ ശത്രു ചൂണ്ടിയ ആ ബലഹീന വശത്തിലേക്കല്ല അവൻ നോക്കിയത്. മറിച്ച് ഈ ഗോലിയാത്ത് പറഞ്ഞതുപോലെ അവൻ്റെ കയ്യിലുള്ള വടിയിലേക്കോ അല്ലെങ്കിൽ അവൻ്റെ കയ്യിലുള്ള കോലോ അല്ലെങ്കിൽ അവൻ്റെ കയ്യിലുള്ള കവണിയോ കല്ലോ ഇതിനെ നിസ്സാരമായി കണ്ട ആ ഗോലിയാത്ത് പറഞ്ഞതായിരിക്കുന്ന അവൻ്റെ പൊക്കക്കുറവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ദാവീദിനെക്കുറിച്ച് എന്തെല്ലാം ഗോലിയാത്ത് നിസ്സാരമായി കണ്ടോ ആ നിസ്സാരമായി ഗോലിയാത്ത് പറഞ്ഞതിലേക്ക് ഒന്നുമല്ല ദാവീദ് നോക്കിയത്. ദാവീദ് സത്യത്തിൽ നോക്കിയത് തൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കുന്ന ദൈവത്തിലേക്കാണ്. അതുകൊണ്ടാണ് അവൻ വന്നപ്പോൾ തന്നെ ചോദിക്കുന്നത്, ഈ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ നിന്ദിക്കാനായിട്ട് ഇവൻ ആര്, അല്ലെങ്കിൽ ഈ മല്ലനാര്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫെലിസ്ത്യരാര്, ഇവരെ കീഴടക്കാനായിട്ട് നമുക്ക് കഴിയും. കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും, ആ ഉറപ്പ്. അപ്പോൾ സത്യത്തിൽ ദാവീദ് നോക്കിയത് അവനെക്കുറിച്ച് ശത്രു പറഞ്ഞ ബലഹീന വശത്തിലേക്കല്ല, മറിച്ച് അവൻ നോക്കിയത് അവൻ്റെ കൂടെ നിൽക്കുന്ന ഏത് ശത്രുവിനെയും ഏത് പ്രതികൂലത്തെയും ഏത് പ്രതിസന്ധിയെയും ജയിക്കാൻ കഴിയുന്ന ദൈവത്തിലേക്കാണ്. അപ്പം ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നൊരു കാര്യം, ശത്രു നിന്നെ നോക്കിയച്ച് ഒരുപക്ഷെ നിൻ്റെ ബലഹീനത നോക്കിയച്ച് ഒരുപക്ഷെ ശത്രു നിന്നോട് പറയാം ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ രോഗിയായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുന്ന ഞാൻ പറയട്ടെ, നിങ്ങളുടെ ബലഹീനത നോക്കിയ ശത്രു പറയും ഈ രോഗത്തിൽ നിന്ന് ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല. കടഭാരം കാണിച്ചേച്ച് പറയും ഈ കടഭാരത്തിൽ നിന്ന് നിനക്ക് ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഭർത്താവ് മദ്യപാനിയോ അല്ലെങ്കിൽ കുടുംബം നോക്കാത്തവനാണെങ്കിൽ അവൻ ഭാര്യയോട് പറയും നിനക്കിനി ഇയാൾ മുഖാന്തരം ഒരിക്കലും ഈ കുടുംബം നിനക്ക് സന്തോഷിക്കാനായിട്ട് കഴിയില്ല, അനുഗ്രഹിക്കപ്പെടാൻ കഴിയില്ല. മക്കളെക്കുറിച്ചും ഇത് തന്നെ ചൂണ്ടിയിട്ട് പറയും, അവർക്ക് എന്തെങ്കിലും പോരായ്മ അല്ലെങ്കിൽ അവരുടെ ബലഹീനവശം ചൂണ്ടിയിട്ട് പറയും നിനക്കിനി ഒരിക്കലും ഈ മക്കൾ നല്ല നിലയിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ട് കാണാനായിട്ട് കഴിയില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നൊരു കാര്യം, ശത്രു ഇങ്ങനെ വന്നേച്ച് പറയുമ്പോൾ നമ്മൾ തളരേണ്ടവരല്ല, മറിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഈ പറയുന്ന ഏത് പ്രതിസന്ധി, ശത്രു ചൂണ്ടുന്ന ഏത് പ്രതിസന്ധികളിലും നമ്മെ ജയാളിയാക്കി മാറ്റണം. അതിനെല്ലാം ജയിച്ചിട്ട് ദൈവരാജ്യത്തിൻ്റെ സന്തോഷവും ആനന്ദവും ദൈവം വാഗ്ദത്തം ചെയ്ത അതേ നിലയിൽ അനുഭവിക്കാനായിട്ട് നമ്മെ യോഗ്യമാക്കുന്ന ആ ദൈവത്തിലേക്ക്, ആ കർത്താവിലേക്ക് നമുക്ക് നോക്കാനായിട്ട് കഴിയണം. അവിടെയാണ് നമുക്ക് ജയാളിയാകും. ഞാൻ ഈ വചനത്തിൽ 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 2 പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രക്തസ്രാവക്കാരി, 12 വർഷമായിട്ട് രോഗത്തിൽ ജീവിച്ചതായിരിക്കുന്ന സ്ത്രീ. അവളെ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടാൽ സൗഖ്യം പ്രാപിക്കും കഴിയും എന്നവൾ വിശ്വസിച്ചു. പക്ഷേ അവൾ ഈ യേശുവിൻ്റെ പിന്നാലെ വരുമ്പോൾ നമുക്കറിയാം അന്നത്തെ നിലയിൽ രക്തസ്രാവമുള്ളതായിരിക്കുന്ന ഒരു സ്ത്രീക്ക് പുറമേ ഇറങ്ങി നടക്കാൻ കഴിയില്ല, ജനങ്ങളുടെ കൂടെ നടക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു രോഗം ആണ് ഇവള് എന്നുള്ള കാര്യം ആളുകൾക്ക് അറിയാമെന്നുകൊണ്ട് നിനക്കവിടെ പോകാൻ കഴിയില്ല, അവനെ തൊടാൻ കഴിയില്ല, അല്ലെങ്കിൽ നീ അങ്ങോട്ട് വരരുത് എന്നെല്ലാം ഒരുപക്ഷെ പലരും അവളെ വിലക്കിയിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞത് ആളുകളുടെ അവളുടെ രോഗത്തെയും അവളുടെ ബലഹീനതയും ചൂണ്ടിയിട്ട് അവളെ വിലക്കിയ ആളുകളിലേക്കല്ല നോക്കിയത്. ഈ രോഗമായിരിക്കുമ്പോൾ തന്നെ അവളെ സ്നേഹിക്കുകയും അവളെ സ്വീകരിക്കുകയും അത് സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്ന യേശു കർത്താവിലേക്ക് അവൾ നോക്കിയതുകൊണ്ടാണ് അവൾക്ക് അവിടെ വരാൻ കഴിഞ്ഞത്, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാൻ കഴിഞ്ഞത്, അവൻ്റെ ശക്തി അവളിലേക്ക് വ്യാപരിക്കാനായിട്ട് ഇടയായത്, അവൾക്ക് സൗഖ്യം പ്രാപിക്കാനിടയായത്. ഇന്ന് അതേ യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്, അതേ യേശു നിങ്ങളുടെ അരികത്തുണ്ട്. ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തും പറയട്ടെ, ശത്രു നിങ്ങളെക്കുറിച്ച് എന്തും പറയട്ടെ, നിങ്ങൾ ആ ബലഹീന വശം, ശത്രു പറയുന്ന ബലഹീന വശം നോക്കാതെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അടിമയായിരിക്കുന്ന ആ ബലഹീന വശത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് കർത്താവിൽ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 12 കൊല്ലമായി ഈ രോഗത്തിലിരുന്ന ആ സ്ത്രീ ഒരു നിമിഷവും കൊണ്ട് ഈ സൗഖ്യവും അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യവും ഈ സന്തോഷവും അനുഭവിച്ചതുപോലെ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് കർത്താവിൽ ആശ്രയിക്കാനും വിശ്വസിക്കാനും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രുവിനെ, നിങ്ങളുടെ ബലഹീനതയെ അവൻ മാറ്റി, അവൻ നിങ്ങളൊരു ജയാളിയാക്കി മാറ്റും. ഇതെല്ലാം ഇങ്ങനെ, അല്ലെങ്കിൽ അവൾ സൗഖ്യം പ്രാപിച്ച് യേശു വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഈ യായിറോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അവൻ്റെ കാൽക്കൽ വന്ന് വീണ് അവനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണം, എൻ്റെ മകൾ മരിച്ചുപോയി എന്ന കാര്യം അവൻ വന്ന് യേശുവിനോട് പറയാണ്. അപ്പോൾ യേശു അവൻ്റെ കൂടെ പോകാനായിട്ടും കൂടെ തയ്യാറായി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ വീട്ടിൽ നിന്നിരിച്ച ആളുകൾ വന്നിട്ട് പറഞ്ഞു, നീ ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്, പെടുത്തേണ്ട കാര്യമില്ല, നിൻ്റെ മകൾ മരിച്ചുപോയി എന്ന കാര്യം അവനെ അറിയിച്ചു. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞത്, ആളുകൾ പറയുന്നതൊന്നും നീ വിശ്വസിക്കണ്ട. അവൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആ വാക്യം വായിക്കാം, 5:35. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിൻ്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു.
പത്രോസും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും അവനോട് കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളി പ്രമാണികൾ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു. അവരെ എല്ലാം പുറത്താക്കിയതിന് ശേഷം യേശു ഈ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു. ഞാൻ പറയാമെന്ന വിഷയം എന്ന് പറയുന്നത്, ഇവിടെ അവൻ്റെ ബലഹീന വശം, അവൻ്റെ മകൾ മരിച്ചുപോയി, ആ മരിച്ചുപോയി ഇനി അവൾക്ക് രക്ഷയില്ല എന്ന ആ ബലഹീനത ചൂണ്ടിക്കാണിച്ച് യായിറോസിനെ തളർത്താൻ ശ്രമിക്കുന്നതായിരിക്കുന്ന ശത്രുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ യേശു കർത്താവ് യായിറോസിനോട് പറഞ്ഞൊരു കാര്യം, നീ അവരുടെ വാക്ക് പോട്ടെ. നമ്മൾ ഭാവനെ കാണുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ഈ കൊച്ചു മരിച്ചു, അവരുടെ കൈയൊക്കെ കൂട്ടിക്കെട്ടി കാലും കൂട്ടിക്കെട്ടി മൂക്കി പഞ്ഞിയും വെച്ചിട്ടാണ് ഈ ആളുകൾ വരുന്നത്. അവർ വന്നിട്ടാണ് പറയുന്നത്, ഇനി നീ വെറുതെ എന്തിനാ, നിൻ്റെ കാര്യം പോയി, നീ ആ കൊച്ചു മരിച്ചുപോയി, ഇനി അവളൊരിക്കലും നിനക്ക് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ്റെ ആ ബലഹീനതയാൽ യായിറോസിനെ തളർത്താൻ ശ്രമിക്കുന്ന ശത്രുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ ഈ ശത്രുവിലേക്കോ അവരുടെ വാക്കുകളിലേക്കോ നോക്കണ്ട. നിൻ്റെ മകളെ എഴുന്നേൽപ്പിക്കാൻ മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ളവൻ, ജീവൻ നൽകാൻ വന്ന, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ട് നൽകാനും വന്നവനാണ് എന്ന് പറഞ്ഞ ആ യേശു കർത്താവ് തീർച്ചയായിട്ടും അവൻ വന്നത് തന്നെ ജീവൻ നൽകാനാണ്. അതുകൊണ്ട് അവൻ യായിറോസിനോട് പറഞ്ഞ കാര്യം, ശത്രുവിൻ്റെ വാക്ക് നീ കേൾക്കണ്ട, അവൻ നിൻ്റെ ബലഹീന വശത്ത് ചൂണ്ടി നിന്നെ തളർത്താൻ ശ്രമിച്ചേക്കാം, നീ എന്നിൽ വിശ്വസിക്കുക. നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, യായിറോസ് ശത്രുവിൻ്റെ വാക്ക് കണ്ടേച്ച് വന്നവരാ, അവരുടെ വാക്ക് പോലും അവൻ വിശ്വസിച്ചില്ല. അവൻ കർത്താവിനെ വിശ്വസിക്കാനിടയായി വീട്ടിൽ ചെന്നു, ഈ പറയുന്ന ശത്രുവിനെല്ലാം പുറത്താക്കി, അവിശ്വാസികളെല്ലാം പുറത്താക്കി. എന്നിട്ട് വിശ്വാസമുള്ളവർ അകത്ത് കയറി പ്രാർത്ഥിച്ച് ബാല എഴുന്നേൽക്കാനിടയായി. ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും ശത്രുവിനെ ജയിക്കണമെങ്കിൽ നമ്മൾ ബലഹീനതയിലേക്കല്ല നോക്കേണ്ടത്. ആ ബലഹീനത ജയിച്ച ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട്, അവനെ നോക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ജയിക്കാൻ കഴിയുന്നത്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് നോക്കിയത്, ദാവീദിൻ്റെ പൊക്കക്കുറവോ അല്ലെങ്കിൽ ദാവീദിനെക്കുറിച്ച് ഗോലിയാത്ത് പറഞ്ഞ ബലഹീനതയിലേക്ക് ഒന്നുമല്ല നോക്കിയത്. ദാവീദിൻ്റെ കൂടെ നിൽക്കുന്ന അവൻ്റെ വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗോലിയാത്ത് മല്ലനെയും കൊന്ന് ഫെലിസ്ത്യരെയും തോൽപ്പിച്ച് ജയാളിയാക്കാൻ കഴിയുന്ന ദൈവത്തിലേക്കാണ് അവൻ നോക്കിയത്. അതുകൊണ്ട് അവൻ ഉറപ്പോടെ, ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉറപ്പോടെ തന്നെയാണ് ദാവീദ് പറയുന്നത്. 45 ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞു, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വസഭയും അറിയും. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ദാവീദ് ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യം, ഫെലിസ്ത്യനോട് പറഞ്ഞ കാര്യം, നീ വാളും കുന്തവുമായിട്ടാണ് എൻ്റെ നേരെ വരുന്നത്. പക്ഷേ ഞാൻ ഈ പറയുന്ന വാളും കുന്തവുമായിട്ടല്ല, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിലാണ് വരുന്നത്. അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫെലിസ്ത്യൻ വന്നത് സ്വന്തം ശക്തിയിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും ആശ്രയിച്ചിട്ടാണ്. പക്ഷേ ദാവീദ് പോയത് സ്വന്തം കഴിവും ബുദ്ധിയും ഉപയോഗിച്ചിട്ടല്ല, അവൻ ദൈവത്തിൻ്റെ ശക്തി, അവൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയായിരുന്നു. അവിടെയാണ് നമുക്ക് ജയാളിയാകാൻ കഴിയുന്നത്. 20-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ചിലർ കുതിരകളിൽ രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. കുതിരയും രഥവും എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശക്തിയാണ്. ബുദ്ധിയാകാം, അധികാരം കൊണ്ടുള്ള ശക്തിയാകാം, മറ്റുള്ളവരുടെ ശുപാർശ കൊണ്ടുള്ള ശക്തിയാകാം, അങ്ങനെ പണത്തിൻ്റെ ശക്തിയാകാം. ഇങ്ങനെ ലോകത്തിൻ്റെ ശക്തി ഉപയോഗിച്ചാണ് ചിലർ ശത്രുവിനെ നേരിടാൻ പോകുന്നത്. കുതിരയും രഥവുമായിട്ട് വരുന്നു. ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്ന ദാവീദ് പറയാൻ കാരണം, ദാവീദ് ലോകത്തിൻ്റെതായി ഒരു ശക്തിയിലല്ല ആശ്രയിക്കുന്നത്, മറിച്ച് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തിയിലാണ് ആശ്രയിക്കുന്നത്. അവിടെയാണ് നമുക്ക് ജയമുള്ളത്. ഇവിടെ ദാവീദിന് ജയം കാണാൻ കഴിഞ്ഞതും അതുതന്നെയാണ്. മല്ലൻ എത്ര വലുതായാലും അവൻ്റെ ശക്തി എത്ര വലുതായാലും അതൊന്നും ദാവീദിന് പ്രശ്നമല്ല. കാരണം ദാവീദിന് ഉറപ്പുണ്ട്, എൻ്റെ കൂടെ ഉള്ള ദൈവം സകലത്തിനും മതിയായവനാണ്, അവൻ ഇവനെ എൻ്റെ കയ്യിലേൽപ്പിക്കും. ആ വിശ്വാസത്താൽ പിന്നെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. കാരണം ഇവനെ കൊല്ലണം, ഇവൻ്റെ കഴുത്തറക്കണം, ഈ ഫെലിസ്ത്യരെയും കൊല്ലണം, അങ്ങനെ അത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരമായി തീരും, അങ്ങനെ ദൈവം ചെയ്യും എന്ന കൃത്യമായ ഒരു വിശ്വാസവും കൃത്യമായ ഒരു ലക്ഷ്യബോധം അവനുണ്ട്. ആ ലക്ഷ്യത്തിൽ തന്നെ അവനുള്ളതായിരിക്കുന്ന അവൻ്റെ ഉള്ളിലെ കാര്യം എന്ന് പറയുന്നതും നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. അവൻ പറയുന്നൊരു കാര്യം, ഇസ്രായേലിലൊരു ദൈവമുണ്ട് എന്ന് ഇന്ന് സകലരും അറിയുന്നതാണ്. അപ്പോൾ പലപ്പോഴും യുദ്ധത്തിന് പോകുന്ന ആളുകൾക്കുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, ആളുകൾ പലപ്പോഴും അവൻ്റെ കഴിവ് തെളിയിക്കാനാണ് യുദ്ധം ചെയ്യുന്നത്. പലപ്പോഴും ആത്മീയകോളത്തിൽ പോലും ഇന്ന് എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ട്. കാരണം ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ട് സ്വന്തം കഴിവ് ഉപയോഗിച്ച് ആളുകളെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. എനിക്കതുകൊണ്ട് ദയവായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ലോകത്തിൻ്റെ ശക്തിയിലോ ലോകത്തിൻ്റെ ധനത്തിലോ ലോകത്തിൻ്റെ ആയിരിക്കുന്ന അധികാരത്തിലോ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, മറിച്ച് നമുക്ക് സ്വർഗീയ ശക്തിയിൽ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ അവിടെയെല്ലാം നമുക്ക് ജയാളിയാകാനായിട്ട് കഴിയും. ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ച ദാവീദ്
ഈ ഇത്രയും വലിയ മല്ലനെ വാളും കുന്തോക്കി ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതുപോലെ നിൽക്കുന്നതായിരിക്കുന്ന ഒരു മല്ലനെ ദാവീദ് കീഴടക്കിയത് കേവലം ഒരു കവണിയും കല്ലും ഉപയോഗിച്ചിട്ടാണ്. കാരണം അവൻ്റെ കൂടെ ദൈവമുണ്ടെന്ന ബോധ്യമാണ്. അവൻ ആ കവണി എടുത്ത് കല്ലും വെച്ച് ഒരു ഏറ് കൊടുത്തപ്പോഴേക്കും കൃത്യമായിട്ട് ഗോലിയാത്ത് നിലത്ത് വീഴാനായിട്ടിടയായി. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ശത്രു നമ്മുടെ ബലഹീനത ചൂണ്ടി ശത്രു നമ്മെ ഒരുപക്ഷെ കീഴടക്കാം, അല്ലെങ്കിൽ അവനൊരു പക്ഷേ നമ്മളെ തളർത്താം. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂടെ ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ശത്രുവിനോടും അധികാരത്തോടെ വെറുതെ ഒന്ന് പറയാനായിട്ട് കഴിഞ്ഞാൽ മതി. കാരണം നമ്മുടെ വാക്കുകളിൽ അഭിഷേകമുണ്ട്. സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യമാകും. ശത്രുവിനോട് നീ ദൂരെ മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കും. ഭൂതത്തോട് നീ ഇറങ്ങൂ എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങും. പക്ഷെ നമുക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ എന്നുള്ളതാണ് വിഷയം. ഇത്രയും വലിയ മല്ലനെ നേരിടാനായിട്ട് ദാവീദ് ചെറിയൊരു കല്ലും ഒരു കവണിയും മാത്രം ഉപയോഗിച്ച് അവന് കീഴടക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അവൻ്റെ ശക്തിയല്ല. അത് തന്നെ അവൻ പറയുന്നത്, ഇതെൻ്റെ ശക്തിയല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ജീവനുള്ള ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുമെങ്കിൽ അവൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളായിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് ജയം പ്രാപിക്കാനായിട്ട് കഴിയും. ഒരു നിമിഷം കൊണ്ട് രക്തസ്രാവിയുടെ മേൽ ആ ശക്തി വ്യാപരിച്ചപ്പോൾ 12 വർഷം പഴക്കമുള്ള രോഗം മാറി. മരിച്ചതായിരിക്കുന്ന യായിറോസിൻ്റെ മകള് നിമിഷ നേരം കൊണ്ട് എഴുന്നേൽക്കാനിടയായി. ഇവിടെ വലിയൊരു മല്ലൻ ഒരു കല്ലുകൊണ്ട് വീഴാനായിട്ടിടയായി. തിരുവെഴുത്ത് നോക്കുമ്പോൾ എത്രയോ ശത്രുവിനെ ഒരു സെക്കൻഡ് കൊണ്ട് കർത്താവ് ജയിച്ചിരിക്കുന്നു. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഏത് പ്രതികൂലത്തെ ഏത് പ്രതിസന്ധിയും ജയിക്കാനായി കഴിയും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ജയത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കണം. ഇവിടെ ദാവീദ് പറഞ്ഞൊരു കാര്യം, എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല, എൻ്റെ ആകെയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇസ്രായേലിൽ ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം സകലരും അറിയണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, നിങ്ങളെ 4 പേരെ അറിയാനായിരിക്കരുത്, നിങ്ങൾക്കൊരു ഇമേജ് ഉണ്ടാക്കാനായിരിക്കരുത് ഈ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊന്നും അതിനാകരുത്. മറിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരിൽ വെളിപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പിച്ച് പറയാം, അടുത്ത നിമിഷം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കും. നിങ്ങൾക്കൊരു ജയാളിയാകാനായിട്ട് കഴിയും. ഗോലിയാത്തിൻ്റെ നേരെ എയ്തതായിരിക്കുന്ന ആ കല്ലിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അഭിഷേകം കല്ലിലൂടെ ചെന്നതുകൊണ്ടാണ് സെക്കൻഡ് കൊണ്ട് അത് കൃത്യസ്ഥാനത്ത് പതിയും സെക്കൻഡ് കൊണ്ട് ഗോലിയാത്ത് വീഴാനുണ്ടായി. പത്രോസ് ഒരു പ്രസംഗം നടത്തിയപ്പോൾ അതിൽ പരിശുദ്ധാത്മാവ് അഭിഷേകമായിട്ട് ആ വചനത്തിലൂടെ പരിവർത്തിച്ചത് കൊണ്ടാണ് 3000 പേര് മാനസാന്തരപ്പെടാനിടയായത്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, അനേകർ മാനസാന്തരപ്പെടുവാനായിട്ട് ഈ വചനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അനേകരുടെ സൗഖ്യത്തിന് ഈ വചനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം കാണുവാനും അനുഭവിക്കാനും എന്നെ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പിറകിൽ മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ അനേകരോട് ദൈവവചനം പങ്കുവെക്കുമ്പോൾ അവരത് സ്വീകരിക്കുവാൻ, അവരും ആ സന്തോഷം അനുഭവിക്കാൻ ഇടയായിത്തീരും. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബലഹീനതയെ നോക്കിയിട്ടാണ് ശത്രു നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുന്നത്. അത് ഈ യേശുവിനെ സ്വീകരിക്കുന്നതിന് ഒരുപക്ഷെ നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത് നിങ്ങളുടെ ബലഹീനമായിരിക്കുന്ന മതമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത് ബലഹീനമായിരിക്കുന്ന നിങ്ങളുടെ സ്ഥാനമാനമാകാം, നിങ്ങളുടെ അധികാരമാകാം, നിങ്ങൾക്ക് സമൂഹത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ പിശാചി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തോ വലിയ അഭിമാനമാകാം ഈ യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, ശത്രു ഇതെല്ലാം നോക്കി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ആ ബലഹീനതയെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ആ ബലഹീനതയെ യേശു കർത്താവ് മുഖാന്തരം നിങ്ങൾക്ക് ജയിക്കാനായിട്ട് കഴിയുമെങ്കിൽ, ശത്രു പറയുന്നതല്ല, അതിൻ്റെ അപ്പുറത്ത് നിങ്ങളെ മാനിക്കുകയും നിങ്ങളെ ഉയർത്തുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു യേശു കർത്താവ് നിങ്ങളുടെ അരികത്തുണ്ട്. അതുകൊണ്ട് ആ കർത്താവിനെ നിങ്ങൾക്ക് വാസ്തവമായിട്ട് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളുടെ മേലും നിങ്ങൾക്കൊരു ജയാളിയായി സന്തോഷിക്കാനായിട്ട് കഴിയും. എത്ര പേർക്ക് അതിന് മനസ്സുണ്ട്? ഞാൻ ഒരിക്കൽ കൂടി അതുകൊണ്ട് പറയട്ടെ, ജീവനുള്ള ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്നൊരു തീരുമാനം നിങ്ങൾക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ എടുക്കാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്ര വലിയ മല്ലനെ, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിലാണ് നിൻ്റെ നേരെ വരുന്നത് എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് കൊണ്ട് ഗോലിയാത്തിനെ കീഴടക്കാൻ ദാവീദിന് കഴിഞ്ഞെങ്കിൽ, ആ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കും, അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനെ നമ്മൾ
ഭയപ്പെടേണ്ടതില്ല, ഒരു വിഷയത്തെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ഒരു പ്രതികൂലത്തെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. തീർച്ചയായിട്ടും അവനിൽ ആശ്രയിച്ച് നമ്മുടെ വിഷയവും നമ്മുടെ സാഹചര്യവും നമ്മുടെ പ്രതിസന്ധിയും അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമെങ്കിൽ, മുമ്പിൽ നിൽക്കുന്ന ശത്രുവാകട്ടെ പ്രതിസന്ധി ആകട്ടെ അത് എത്ര മല്ലുള്ളതായാലും അതിന് ഒരു നിമിഷം കൊണ്ട് കർത്താവ് കീഴടക്കാനായിട്ട് ഇടയാകും. നമുക്കൊരു ജയാളിയാകാനായിട്ട് കഴിയും. നമുക്കതുകൊണ്ട് നമ്മുടെ പ്രശ്നവും പ്രതികൂലങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അവനുവേണ്ടി ജീവിക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്കൊരു ഒരു വേർപാടിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് മാറി നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് നമുക്ക് മാറി നിൽക്കാം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങേ വാഴ്ത്തുന്നു. നിങ്ങളെ കേൾപ്പിച്ച സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശത്രു ഞങ്ങളുടെ ബലഹീനത നോക്കി കർത്താവേ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ഞങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നീ സകലത്തിന്മേലും ജയാളിയാണെന്നും നീ മുഖാന്തരം ഞങ്ങൾക്കും സകലത്തിന്മേലും ജയാളിയാകാൻ കഴിയുമെന്ന ആ വിശ്വാസത്താൽ കർത്താവേ, ഞങ്ങളെ ശത്രു തളർത്തുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾക്ക് ജയാളിയാകാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ചിലരെങ്കിലും രോഗിയായിട്ടുള്ളവരുണ്ട്, ചിലരെങ്കിലും കടമുള്ളവരുണ്ട്, ചിലരെങ്കിലും മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, ഭർത്താവിനെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, കർത്താവെ കുടുംബത്തിലുള്ള മറ്റു വിഷയങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. അതെല്ലാം ചൂണ്ടിയിട്ട് ശത്രു ഇതിൽ നിന്നിനി രക്ഷയില്ലെന്ന് പറഞ്ഞ് കർത്താവെ തളർന്നിരിക്കുന്ന ഈ മക്കളെ കർത്താവെ നീ അവിടെ നിന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ശക്തിയാൽ കർത്താവെ അവരാഗ്രഹിക്കുന്ന പോലെ ഒരു ജയം, ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം അവർക്ക് പ്രാപിപ്പാൻ ഈ സമയം പരിശുദ്ധാത്മാവ് അവരെ സഹായിച്ചാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അതിനായി ജനത്തെ ഒരു മനസ്സോടെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത് വിശ്വസ്തയോടെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാം ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.